കുഞ്ഞടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മുല്ലപ്പൂവൊക്കെ കെട്ടി തൂക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഞങ്ങളുടെ അംഗൻവാടിയിൽ ഇന്ന് തിരുവാതിരയാണ്. അപ്പോൾ അത് കളിക്കാൻ പോകാൻ റെഡിയാവുന്നതിനാണ്. അപ്പം നമുക്കിന്ന് പാചകമൊന്നും ഇവിടെ ഇല്ല. കാരണം പ്രമോദൻ്റെ ഓഫീസിൽ പ്രമോദന് ഇന്ന് ഓണസദ്യയും ആത്തപ്പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെയുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറൊന്നും ഉണ്ടാക്കില്ല. പ്രമോദൻ രാവിലെ ഇച്ചിരി പുട്ട് അയച്ചു കൊടുത്ത് പിള്ളേർക്ക് പുട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു കഷ്ണം ചീനിക്കിഴങ്ങിരുന്നു. അപ്പോൾ അതിനെ കൊത്തിയിട്ട് പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ കുറേ കരിപ്പാത്രം കിടന്നു. അതിനെയൊക്കെ കഴുകി ഉണക്കാൻ വെച്ചു. പിന്നെ ഇത്രയും തുണികൾ കഴുകി വൃത്തിയാക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 3-4 തൊട്ടി തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയപ്പോഴേക്ക് സമയം താമസിച്ചുകൊണ്ട് 2 പേർക്ക് ഞാൻ പാല് കൊടുത്തിട്ട് ഞാൻ പിന്നെ ചീനിക്കിഴങ്ങ് പുഴുങ്ങിയില്ല കേട്ടോ. ദേവ് പിണങ്ങി നിൽക്കുന്നതിന് മുഖം അങ്ങനെ ഇരിക്കണേ. എൻ്റെ ചിന്നപ്പത സുന്ദരനായിട്ട് നിൽപ്പുണ്ട്. എൻ്റെ സാരി എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്തപ്പൂക്കളിട്ട് 4ാമത്തെ അത്തമാണ്. അപ്പം ഞങ്ങൾ പൂക്കളം ഇട്ടു. ഇത് ഞങ്ങളുടെ അംഗൻവാടിയിലെ അത്തപ്പൂണ്. അവിടുത്തെ തന്നെ ഒരു കുട്ടിയുടെ പാരൻ്റ് ഇട്ടതാണ്. സൂപ്പർ അത്തപ്പൂക്കളായിരുന്നു കേട്ടോ. അത് കുഞ്ഞുങ്ങളിങ്ങനെ വലിച്ചൊക്കെ ഇട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരുവാതിരയിലോട്ടാണ് പോയത് കേട്ടോ. തിരുവാതിര കളിക്കാൻ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ സുന്ദരിയായിട്ടുണ്ടോ? അപ്പം അത് കഴിഞ്ഞിട്ട് തിരുവാതിര കളി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് പോയത് ഓണസദ്യയിലോട്ടാണ്. ഞങ്ങൾക്ക് ആദ്യം കുഞ്ഞു കുട്ടികളെയൊക്കെ ഇരുത്തി നല്ല സദ്യയൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവച്ചുവാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്. എന്നിട്ടൊരു 4 മണിയായി ഞങ്ങൾ എത്തിയതിന് ശേഷം അവിടെ അടിച്ചു വാരാനും കുറച്ച് ജോലിയൊക്കെ അവിടെ കിടന്നു. അതൊക്കെ ചെയ്തു. പിന്നെ ദേവു എന്തിനാണെന്നറിയുമ്പോൾ ഈ ചൂല് എടുത്തിട്ടുണ്ട് നടക്കുന്നത്. അംഗൻവാടിയിൽ നിന്ന് കുറേ പൂ അവിടെ നിന്ന് പറക്കൊണ്ട് കുറേ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ അത്തപ്പൂക്കെ ഇട്ടിട്ട് അതിനെ വലിച്ചു വാരി എടുത്തതാണ്. എന്നിട്ട് ഞാൻ ദേവുവിന് വിശക്കണം എന്ന് പറഞ്ഞു. കാരണം സമയം 4 കഴിഞ്ഞില്ല, 4-4:30 ആയി. അപ്പോൾ ദേവുവിന് ചീനിക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ മുറ്റം അടിച്ച് വരാനായിട്ട് പോയേ. രാവിലെ ഇതൊന്നും ചെയ്യാതെയല്ലേ നമ്മൾ പോയത്. അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ കുറച്ച് ബെഡ്ഷീറ്റ് കഴുകാനുണ്ടായിരുന്നു. അതിന് ഇട്ട് കൊടുത്തു. അത് ഞാൻ പുറത്തിട്ട് കഴുകില്ലേ, കാരണം ബെഡ്ഷീറ്റൊക്കെ ഭയങ്കര കനമല്ലേ. അതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെ കഴുകും. പിന്നെ ദേവുവിന് ചീനിക്കിഴങ്ങ് മുളക് കുഴച്ചും കൂടെ അവൾ ആ സെറ്റിയിലൊക്കെ ഇട്ടു. ഇനി അതെടുത്ത് മാറ്റി അതും കഴുകാനിടണം. പിന്നെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗേറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇടാനായിട്ട്. അപ്പം നാളെ ആൾ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പൈപ്പ് നമുക്ക് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഓഫ് ചെയ്യാൻ പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തേക്ക് നമുക്ക് ഉരട്ടിയാണ് ഉണ്ടാക്കിയത്. ഞാൻ എങ്ങനെയാണെന്ന് ഉരട്ടിയിടും, ഗോതമ്പ് ഉരട്ടിയായിരുന്നു. അതിൽ തേങ്ങയും കുഞ്ഞുള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഇതുപോലെ നിരത്തി എടുത്ത് ഉണ്ടാക്കുക. പിന്നെ പ്രമോദേട്ടൻ വന്നപ്പോൾ കാഷ്നട്ടും ബദാം, മുന്തിരിങ്ങ അങ്ങനത്തെ എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ കൊഞ്ച് പൊടിയും വാങ്ങിച്ചുകൊണ്ട് വന്നേ കറി വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഗസ്റ്റ് വന്നതാണ്. ഇത് ഞങ്ങളെ വീടിൻ്റെ കുറച്ച് മുകളിലുള്ള ചേച്ചിയുടെ പൂച്ചയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അത് ഇപ്പം രാത്രി എന്നും ഇവിടെ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ പൂച്ച. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് രാത്രി. ഒരു പൂച്ചയല്ല, ഒത്തിരി പൂച്ച ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷം.